നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ യാത്ര ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ എല്ലാവർക്കും കാണാം. അപ്പം നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഞങ്ങൾ കുറേയും കൂടി നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് വരും. ഞങ്ങളൊരു തുടക്കമാണ്. ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. അവിടെ ധാരാളം പള്ളികളുണ്ട്. കൽവത്തി പള്ളി, അതുപോലെ തന്നെ ചെമ്പിട്ട പള്ളി, പിന്നെ അങ്ങനെ ഒരുപാട് വാസ്കോഡി ഗാമയുടെയും അതുപോലെ തന്നെ ജൂതം പള്ളി, അങ്ങനെ കുറേ കാഴ്ചകൾ കൊച്ചിയിൽ തന്നെ കാണാനുണ്ട്. എല്ലാവരും കുറേയൊക്കെ കണ്ടവരായിരിക്കും, എങ്കിലും കുറച്ചും കൂടി നമുക്ക് അതിനെ ഒന്ന് വ്യക്തമായ രൂപത്തിൽ ഒന്ന് കാണാൻ ശ്രമിക്കാം. കൊച്ചിയിലെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് ഈ പള്ളി. ചെമ്പിട്ട പള്ളി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ചെമ്പിട്ട പള്ളി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മേൽക്കൂര മുഴുവനും ചെമ്പിൻ്റെ ടൈല് പോലെ, ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ടൈല് പോലെ, അതാണ് മൊത്തത്തിൽ പാകിയിരിക്കുന്നത്. വളരെ പ്രസിദ്ധമായൊരു പള്ളിയായിരുന്നു. ഇപ്പോൾ ആ പള്ളി പുതുക്കി പണിയുകയാണ്. അവിടെ ഇതേപോലെ തന്നെ ഒരു മഹാൻ്റെ കബറടം ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ഇത് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ മൊത്തത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രസിദ്ധിയായ ഒരു പള്ളിയായിരുന്നു ചെമ്പിട്ട പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഫേമസ് ആണ്. ഇത് ഫോർട്ട് കൊച്ചിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ്. വിശുദ്ധ ഫ്രാൻസിസ് CSI പള്ളി എന്നാണ് ഇതിനെ പറയുന്നത്. ഏതാണ്ട് 1503
ആണ് ഇത് സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളി. ഇന്ത്യയിൽ കോളനി ഭരണത്തിനായി വിവിധ യൂറോപ്യൻ അധിനിവേശ ശക്തികൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു മൂകസാക്ഷി എന്ന നിലയിലാണ് ഈ പള്ളിക്ക് പ്രാധാന്യമുള്ളത്. ശരിക്കും പറഞ്ഞാൽ വാസ്കോഡി ഗാമയുടെ ശവശരീരം ആദ്യം മറവ് ചെയ്തിരുന്ന സ്ഥലം എന്ന നിലയിലും ഈ പള്ളിക്ക് ഒരു പ്രാധാന്യമുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കടപ്പുറം കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാരണം ഏകദേശം കടൽ ഈ എഡ്ജ് വരെ ഉണ്ടായിരുന്നു. അന്ന് ചീനവലയും അങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഇന്നിപ്പോൾ അവിടെ മൊത്തത്തിൽ തറയൊക്കെ കെട്ടി എന്തൊക്കെയോ പോലെയായി. ആ ഒരു പഴയ കാലത്ത് ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നി. പണ്ട് വരുമ്പോൾ നല്ല രസമായിരുന്നു. ഫോർട്ട് കൊച്ചി കടപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫേമസ് ആയിരുന്നു. കടപ്പുറം എന്ന് പറയാൻ പറ്റില്ല ആ ഭാഗം കാണുമ്പോൾ. അത്രയ്ക്കും വ്യത്യാസങ്ങൾ വന്നു. പിന്നെ കുറേ ഫോറിനേഴ്സൊക്കെ അവിടെ വരുന്നുണ്ട്, കച്ചവടക്കാരുണ്ട്. ചീനവലിയൊക്കെ വലിക്കുന്നതിൻ്റെ ആ ഭംഗിയൊക്കെ മറയപ്പെട്ടു പോയി. കുറേ കടകളൊക്കെ വന്നു. ഇത് കൊച്ചിയിലെ കൽവത്തിപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ്. ഷെയ്ഖ് ഫരീദുദ്ദീൻ വലി എന്ന് പറയുന്നൊരു മഹാൻ അടങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല. ഇതുപോലെ ധാരാളം മക്ബറകൾ ഇവിടെയുണ്ട്. ഈ കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ചില പള്ളികളൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ഒന്നും കൃത്യതയോടുകൂടി ചോദിച്ചറിയാനായിട്ടൊന്നും കഴിഞ്ഞില്ല. ഈ കാണുന്നതാണ് ഈ കുര്യച്ചൻ്റെ പള്ളി. ഭ്രാന്തൻ കുര്യച്ചൻ ഒക്കെ പറഞ്ഞിങ്ങനെ കേൾക്കാറുണ്ട്. അതിനും അതിൻ്റേതായ എന്തോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ധാരാളം ആളുകൾ ഇവിടെ പല വിഷമങ്ങളുമായി ബന്ധപ്പെട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അതിന് ഒരു ഉത്തരം വേഗത്തിൽ കിട്ടുമെന്നാണ് ഇവിടെയുള്ള വിശ്വാസം. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ആളുകൾ. ധാരാളം ആളുകൾ വന്ന് ചേരാറുണ്ട് ഇവിടെ. വളരെ ചെറിയ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ നമുക്കെന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിനൊരു ഉത്തരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. കുറേ അനുഭവസ്ഥരെ അവിടെ കാണാൻ കഴിഞ്ഞു. ഇപ്പോഴും ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു.
ഫോർട്ട് കൊച്ചിയിലെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതുള്ളത്. ഒരിടുങ്ങിയ വഴികളാണെല്ലാം. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടങ്ങളും പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി ഇന്നിവിടെ തീരുകയാണ്. പുതിയ എപ്പിസോഡുകളുമായി ഞങ്ങൾ കടന്നു വരും. ഞങ്ങൾ ഒരു തുടക്കക്കാരാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ വിജയിപ്പിക്കുക. ഇനിയും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ വിജയിപ്പിക്കുക.